യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം നമുക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്നും ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇത് നമ്മൾ അതിൻ്റെ 2ാമത്തെ ഭാഗമാണ് ചിന്തിക്കുന്നത്. അതായത് ഈ ഒരു വാക്യത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും വിവിധ പുസ്തകങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ എഴുതിയതായ മറ്റ് ലേഖനങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് കേവലം നമ്മളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് മാത്രമല്ല, മറിച്ച് സകല ജഡത്തെയും പരിശോധിക്കുന്നതായ ദൈവം, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്ന പോലെ അഗ്നിജ്വാലയ്ക്ക് ഒത്തവണ്ണം കണ്ണുകൾ ഉള്ളതായ കർത്താവ് യേശുക്രിസ്തു കേവലം നമ്മുടെ പ്രവൃത്തി മാത്രമല്ല അവൻ പരിശോധിക്കുന്നത്, നമ്മളുടെ പ്രവൃത്തികളുടെ ഉദ്ദേശം കൂടെ അവൻ പരിശോധിക്കും. മാനുഷികമായി പറയുകയാണെങ്കിൽ ഒരാൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്ത കാര്യത്തെ മാത്രമേ കാണുന്നുള്ളൂ, അവരുടെ മനസ്സിനെ നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല. മനസ്സ് വളരെ പ്രസൻറ്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ മനസ്സ് വളരെ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് സന്തോഷകരമായി തോന്നാറുമുള്ളൂ. മനുഷ്യനെ നമുക്ക് കബളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസത്തെ പ്രഭാത ധ്യാനം അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞതായ വിശുദ്ധ വേദപുസ്തകത്തിലൊരു ഭാഗമുണ്ടല്ലോ, അന്നാളി നമ്മൾ അവൻ്റെ മുമ്പാകെ ചെന്ന് പറയും, കർത്താവേ, ഞാൻ രോഗികളെ സൗഖ്യമാക്കി, വലിയ സുശേഷ യോഗങ്ങളൊക്കെ നടത്തി, ഒരുപാട് ചാരിറ്റി, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ യേശു എന്താ പറയുന്നത്? ഞാനോ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളത്. നമ്മൾ ഓർക്കും, ഇതെന്തൊരു വർത്തമാനമാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. അറിയുന്നില്ലേ? ദൈവം അറിഞ്ഞില്ലേ ഞാൻ ക്രൂസൈഡ് നടത്തിയത്? ദൈവം അറിഞ്ഞില്ലേ ഞാൻ സാധുക്കൾക്ക് അന്നം കൊടുത്തത്? ദൈവം അറിഞ്ഞില്ലേ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചത്? തീർച്ചയായിട്ടും ദൈവം അറിഞ്ഞു. പക്ഷെ ദൈവം അറിഞ്ഞെങ്കിലും ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്താൽ അതിനൊന്നും ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കുകയില്ല. ഈ ഒരു കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. കർത്താവ് യേശുക്രിസ്തു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അകത്ത് ദേഷ്യത്തോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സ്തോത്രാഴ്ചയിടുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത് ദേഷ്യത്തോടു കൂടിയാണ്, ശപിച്ചുകൊണ്ടാണെങ്കിൽ നമ്മുടെ ആ പണം നഷ്ടപ്പെട്ടു പോയി, അതിന് യാതൊരു പ്രതിഫലവുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നത്, നിന്റെ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, വലങ്കൈ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ പ്രസാദം നേടാനാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തികൾ ദൈവത്തിന് മുമ്പാകെ ഒന്നുമല്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിവിടെ ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനമായൊരു വേദഭാഗം നമ്മൾ വായിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് ഇന്നലെ നമ്മൾ വായിച്ചതായ വേദഭാഗം നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസ്ഥലത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. എല്ലാ പ്രവൃത്തികളും ശോധന ചെയ്യപ്പെടും എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതല്ല, ആ ചെയ്യുന്നതിൻ്റെ പുറകിലെ മോട്ടീവ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. നോക്കുക, ഇവിടെ ആദ്യം പറയുന്ന കാര്യം എന്താണ്? മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും. മനുഷ്യരുടെ ഭാഷ എന്ന് പറയുന്നത് അത് അവൻ്റെ ജ്ഞാനത്തെ കാണിക്കുന്നു, അത് അവൻ്റെ അറിവിനെ കാണിക്കുന്നു. ഇതുമായി നമുക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു നല്ല പ്രസംഗകൻ എന്ന് നമ്മൾ പറയുന്നത് നല്ല ഭാഷ കൈവശമുള്ള ആള്, നല്ല സാഹിത്യ ഭംഗിയിൽ സംസാരിക്കുന്ന ആള്, അവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രസംഗകർ. ഇവിടെ ദൂതന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് ആത്മീയ നിലവാരത്തെയും കാണിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ ആത്മീകമായത് മാത്രം സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരുടെ മുമ്പാകെ ഒരു ആത്മീകമായ പ്രസൻറ്റേഷനാണ്, അവതരണമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ, മനുഷ്യരുടെ ഭാഷയാണെങ്കിലും ദൂതന്മാരുടെ ഭാഷയാണെങ്കിലും അത് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം പോലെ അത്രേ, യാതൊരു മീനിങ്ങും അതിനില്ല. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല.
എൻ്റെ മോട്ടീവ് ശരിയായിട്ടുള്ളതല്ലെങ്കിൽ ഞാൻ എത്ര പ്രവചിച്ചിട്ടും എത്രത്തോളം ജ്ഞാനം പകർന്നിട്ടും മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസവും അത്ഭുത പ്രവൃത്തിയുടെ ശുശ്രൂഷകളും എനിക്കുണ്ടെങ്കിലും വാസ്തവത്തിൽ എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ദൈവത്തിനു മുമ്പാകെ ശോധന ചെയ്യപ്പെടും. മറ്റൊരു വാക്യം കൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. 14-ാം വാക്യം കൂടെ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. 15-ാമത്തെ വാക്യം. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. നോക്കുക, നമ്മുടെ മോട്ടീവ്സിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യം അപ്പോസ്തലനായ പൗലോസ് 12-ാം വാക്യത്തിൽ പറയുന്നത് ആ അടിസ്ഥാനത്തിന്മേൽ, അതായത് അതിനു മുമ്പുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ ആർക്കും മറ്റൊന്നിടുവാൻ കഴിയത്തില്ല. ഏതൊരു വ്യക്തിയാണെങ്കിലും ആത്മീയ ശുശ്രൂഷകളിൽ, ആത്മീയ ജീവിതത്തിൽ അവൻ പണിയപ്പെട്ടു വരുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ്. ഒരാൾ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. നമുക്കറിയാം, മിക്കവരും ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേലാണ് എല്ലാവരും പ്രസംഗിക്കുന്നത്. പക്ഷെ മോട്ടീവ് എന്നുള്ളത് തികച്ചും വ്യത്യസ്തമാണ്. പലപ്പോഴും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആളുകളുടെ മോട്ടീവ്സ് നമ്മെ വളരെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവർ ചെയ്യുന്നതായ ബിസിനസ്സുകൾ, അവരുടെ സാമ്പത്തിക വളർച്ച, ഇതൊക്കെ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആര് എന്തൊക്കെ ചെയ്താലും അവരെല്ലാവരും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് അത് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെയും ശുശ്രൂഷകൾ, മിനിസ്ട്രി അങ്ങനെ തന്നെയാണ്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ്. ആ അടിസ്ഥാനത്തിന്മേൽ ആയതുകൊണ്ട് അവർക്ക് ദൈവം അംഗീകാരം കൊടുക്കും എന്നുള്ളതല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. മറിച്ച് ഓരോരുത്തരുടെയും പ്രവൃത്തി ആ ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തിനു മുമ്പാകെ വെളിപ്പെട്ടു വരുമെന്ന് വ്യക്തമായി ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചതായ അവസാന വാക്യം ഞാനൊന്ന് റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. ഒരു പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെടുമായിരിക്കാം. പക്ഷെ അവൻ ഇന്ന് ഭൂമിയിൽ ചെയ്തത് മുഴുവനും അവന് നഷ്ടമായിട്ട് മാറും. അതായത് മോട്ടീവ് ശരിയല്ലാതെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതാൽ പോലും അവൻ്റെ പ്രവൃത്തിക്ക് ഛേദം വരും. അവൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പാകെ നിലനിൽക്കുകയില്ല. ഇന്ന് 1000 പേർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരാളായിരിക്കാം, ആശുപത്രി തോറും ഭക്ഷണം വിതരണം ചെയ്യുന്നവരായിരിക്കാം, അനേക ചാരിറ്റികൾ ചെയ്യുന്നവരായിരിക്കാം, പത്രത്തിൽ മുഴുവൻ പരസ്യം കൊടുത്തുകൊണ്ട്, ലോകം മുഴുവൻ വിളംബരം ചെയ്തുകൊണ്ട് അവർ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ മോട്ടിവേഷൻ അത് ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്താലും അത് ദൈവമുമ്പാകെ പ്രതിഫലത്തിന് കാരണമാവുകയില്ല. ഒരുപക്ഷെ താങ്കൾ, ഈ ചെയ്യുന്ന ആളുകൾ രക്ഷിക്കപ്പെടുമായിരിക്കാം, അവർ സ്വർഗത്തിലേക്ക് ചെല്ലുമായിരിക്കാം. പക്ഷെ അവരുടെ പ്രവൃത്തികൾക്ക് നഷ്ടം വരും. ഈ 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം എന്താ? ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇവിടെ ഈ പറയുന്നതായ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ഇതൊക്കെ കാണിക്കുന്നത് ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തികളുടെ വിവിധ അളവുകളാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ പൊന്ന്, വെള്ളി എന്നിവ കാണുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? ഓ, അത്ഭുതകരം അല്ലെ, ഭയങ്കര മഹത്വകരം, ശ്രേഷ്ഠം, ഒത്തിരി ആൾ കൂടുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. ചില ആളുകൾ മരം, പുല്ല്, വൈക്കോൽ എന്നീ ദൃശ്യമായി നമ്മൾ കാണുമ്പോൾ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവർ ചെയ്യുന്നത്. അതായത് അവരുടെ പ്രവൃത്തികൾ ഒരുപക്ഷെ മറ്റുള്ളവരെ ശരിയായിട്ട് ഇംപ്രസ് ചെയ്യാൻ കഴിയുന്നതല്ലായിരിക്കാം. പക്ഷെ ഇതേതായാലും, മരം കൊണ്ടാണെങ്കിലും, പുല്ലുകൊണ്ടാണെങ്കിലും, വൈക്കോല് കൊണ്ടാണെങ്കിലും, സ്വർണം കൊണ്ടാണെങ്കിലും, വെള്ളി കൊണ്ടാണെങ്കിലും, ഇതെല്ലാം അന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ അത് ശോധന ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ശോധന ചെയ്യപ്പെടുമ്പോൾ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും, ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. തീ തന്നെ ശോധന ചെയ്യും എന്ന് പറയുന്നത് ശുദ്ധീകരണത്തെ കാണിക്കുക. തീയെ പരിശോധിക്കും, കീടങ്ങളെ പുറത്തു കൊണ്ടുവരും. അതായത് ഏത് ശുശ്രൂഷകളാണെങ്കിലും, ഏത് പ്രവൃത്തികളാണെങ്കിലും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ മോട്ടീവ്സ്, അതിൻ്റെ ലക്ഷ്യം ആത്മീയമായതല്ലെങ്കിൽ
ശരിയായ ദിശയിലുള്ളതല്ലെങ്കിൽ ആ പ്രവൃത്തികളെല്ലാം അന്ന് നശിച്ചു പോകും. അതിനൊന്നും യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ അതേതാണെങ്കിലും അതിൻ്റെ പുറകിൽ ശരിയായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം. വഞ്ചനയോ, കവർന്നെടുക്കുവാനോ, മോഷ്ടിക്കുവാനോ, അന്യായമായി പണമുണ്ടാക്കുവാനോ, സ്വത്ത് വാരിക്കൂട്ടാനോ, നമ്മളുടെ സാമ്രാജ്യം വിപുലപ്പെടുത്താനോ ആണെങ്കിൽ അന്ന് അത് വെളിപ്പെട്ട് വരും. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ അന്ന് ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തി കളയും. നോക്കുക, ദൈവം എത്ര ഭയങ്കരനായ ദൈവമാണ്. ദൈവത്തെ കബളിപ്പിക്കുവാൻ ഒരാൾക്ക് പോലും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ പ്രവൃത്തികളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. വാസ്തവത്തിൽ നമ്മളുടെ മോട്ടീവ്, നമ്മുടെ ലക്ഷ്യം ശരിയായിട്ടുള്ള ലക്ഷ്യമാണോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധനയ്ക്കും പുനർനിർമ്മാണത്തിനും സമർപ്പിച്ചു കൊടുക്കാം. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം ശരിയായിട്ടുള്ള ദിശയിൽ ആയിരിക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനത്തിൻ്റെ ആ നന്മകൾ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഏവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായിരുന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ സഹായിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.